മഹദിയായ ബീവി നഫീസ റളിയല്ലാഹു അൻഹാ റജബിന്റെ ആദ്യ ദിവസമായപ്പോൾ കതബ്തു ഇലാ സൗജിഹാ നഫീസ റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ മകൾ സൈനബ് എന്ന സേവനം ചെയ്യുന്ന മോള് പറയുകയാണ്, ഞാൻ നഫീസ ഉമ്മാന്റെ ഭർത്താവിലേക്ക് വിവരമറിയിച്ചു. വകാന ഗായിബൻ ബിൽ മദീന, ഭർത്താവാകുന്ന ഇസ്ഹാഖ് എന്നവർ, ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്നവർ മദീനയിലാണ്. മഹദിയുടെ അടുക്കലേക്ക് വരാനുള്ള വിവരമറിയിക്കുന്നു. മഹദി അവറുകളോ ഖുർആൻ പാരായണത്തിലാണ്, ഇബാദത്തിലാണ്. പക്ഷേ വലിയ ക്ഷീണമുണ്ട്, രോഗമുണ്ട്. റമളാൻ മാസമായി വല്ലാത്ത ക്ഷീണമുണ്ട്. റമളാൻ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയായപ്പോ ഫസാദ അലൈഹൽ അലമു വഹിയ സ്വായിമാ, മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയ്ക്ക് വേദനയേറി, പ്രയാസമേറി, വളരെ ക്ഷീണമുണ്ട്. ഡോക്ടർമാരെ വിളിപ്പിക്കുമ്പോ ഫദഖല അലൈഹൽ അത്ബാ, ചികിത്സിക്കുന്ന ഡോക്ടർമാര് വന്നു. ഫശാറു അലൈഹാ ബിൽ ഇഫ്താർ, നോമ്പ് മുറിച്ചേക്കാൻ പറഞ്ഞപ്പോ മഹദി അവറുകൾ പറയാണ്, ഓ അജബാ, എന്നോട് നോമ്പ് മുറിക്കാനാണോ നിങ്ങൾ പറയുന്നത്? കാരണം ഞാനോ ബിസലാസീന സനാ وأنا أسأل الله عز وجل أن يتوفاني وأنا صائما, നോമ്പുകാരിയായി മരിക്കാൻ 30 കൊല്ലം കൊണ്ട് അള്ളാനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നോട് നിങ്ങൾ നോമ്പ് തുറക്കാൻ പറഞ്ഞാൽ ഞാൻ നോമ്പ് മുറിക്കുകയോ? സാധ്യമല്ല. فاصرفوا عني طبيبي ودعوني وحبيبي زاد بي شوقي إليه وغرامي في لهيبي طابهتك في هواه بين واش ورقيبي لا أبالي بفواتي حيث قد صار نصيبي ليس من لام بعدل عنه فيه بمصيبي جسدي راض بسقمي وجفوني بحبيبي نحيبي. എന്റെ ആരോഗ്യം ക്ഷീണിച്ചു പോയി എന്ന് പറയുന്നവരെ മാറി നിൽക്കൂ. എന്നെ ചികിത്സിക്കാൻ വന്ന വൈദ്യന്മാരെ വിട്ടുനിൽക്കൂ. എനിക്കൊരു ഡോക്ടറും വേണ്ട, എനിക്കൊരു വൈദ്യനും വേണ്ട, എനിക്കൊരു ചികിത്സാരിയും വേണ്ട. വദഊനി വഹബീബി, എന്റെ എല്ലാമായ റബ്ബിലേക്ക് ഞാൻ ഇഷ്ടം വെച്ചുപോയി. എന്നെ അങ്ങ് വിട്ടോ, എന്നെ അല്ലാഹുവിലേക്ക് അങ്ങൊഴിച്ചോ. എനിക്ക് പരാതിയില്ല. ഒരു ഡോക്ടറും ഇവിടെ വേണ്ട, ഒരു ചികിത്സാരിയും ഇവിടെ വേണ്ട. فانصرف الأطباء وهم معجبون بقوة يقينها وثبات دينها وسألوها الدعاء فقالت لهم خيرا ودعت لهم. അതാ മഹദി അവരുടെ കടുകട്ടിയുള്ള ഈമാൻ കണ്ട്, ഇളകാത്ത ഈമാൻ കണ്ട്, ഇടറാത്ത ഇടനഞ്ച് കണ്ട്, പതറാത്ത പാദം കണ്ട്, ചിതറാത്ത ചിത്തം കണ്ട്, ഈമാനിന്റെ ദാർഢ്യത കണ്ട ഡോക്ടർമാരമ്പരന്നു പോയി. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ദുആർക്കണേ, ഞങ്ങളങ്ങ് മാറിയേക്കാം. മഹദി അവറുകൾ നല്ല വർത്തമാനം പറഞ്ഞു. അതാ
മദ്യത്തിലെ പത്തെത്തി ഫഷ്തദ്ദ ബിഹൽ മറദു വഹ്തളറത്. അതാ മഹദി അവരുടെ രോഗം മൂർച്ഛിച്ചു പോയി. ഫസ്തഫ്തഹത് ബിഖിറാഅത്തി സൂറത്തിൽ അൻആം فلا زالت تقرأ إلى أن وصلت إلى قول الله تعالى قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة. സൂറത്തുൽ അൻആമിലെ 12-ാമത്തെ ആയത്തിൽ കതബ അലാ നഫ്സിഹിർ റഹ്മ എന്നതെത്തിയപ്പോൾ ഫഫാദത്ത് റൂഹുഹാ, മഹദി അവരുടെ റൂഹങ്ങ് പറന്നുപോയി. ഖുർആൻ ഓതി സൂറത്തുൽ അൻആമിലെ 12-ാമത്തെ ആയത്തെത്തിയപ്പോൾ കതബ അലാ നഫ്സിഹിർ റഹ്മ എന്ന ആയത്തെത്തിയപ്പോ നഫീസ ഉമ്മ വഫാത്തായി. അതാ മറ്റൊരു പണ്ഡിതൻ രേഖപ്പെടുത്തുന്നത് ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ എന്ന 127-ാമത്തെ ആയത്തോതിയപ്പോഴാണ് എന്നും രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും നഫീസ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് സൂചനയുള്ള ആയത്ത്, അല്ലാഹുവിന്റെ വീടാകുന്ന സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ആയത്തെത്തിയപ്പോ മഹദി സൈനബ് എന്ന സേവനം ചെയ്യുന്ന മോള് പറയാണ്, എന്റെ മാറത്തേക്കങ്ങ് ചേർന്നു. ഫഫാറഖത്തി ദുനിയാ, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ ഈമാനുള്ള ഉപ്പമാരെ, എന്റെ ഈമാനുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, എത്ര വലിയ ഭാഗ്യമാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഓതി അവന്റെ സ്വർഗത്തിലേക്കുള്ള ചിത്രം കണ്ട് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന സൂക്തമറിയുമ്പോൾ അതാ ലോകത്തോട് വിട പറയുകയാണ്. ചുരുക്കട്ടെ, എത്രയോ എനിക്ക് പറയാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. മഹദി അവരുടെ കറാമത്ത് ഞാൻ എണ്ണിയിട്ടില്ല. അവിടുത്തെ ജീവിതത്തിന്റെ വിശാല തലങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഇനി ഒന്നുകൂടി പറയാം. മഹദി അവരുടെ വഫാത്തായപ്പോ ഭർത്താവ് വന്നിട്ട് പറയാണ്, മഹദിയെ ഇവിടെ ഖബറടക്കൂല, ഒരു പെട്ടിയിലാക്കിയിട്ട് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അവിടെ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി അടക്കാൻ പോവുകയാണ് എന്ന് ഭർത്താവ് അങ്ങ് നിർബന്ധം പിടിക്കുന്നു. ജനങ്ങളെല്ലാം നിലവിളിക്കുകയാണ്. അവരുടെ സമ്പത്താകുന്ന സമ്പത്ത് മുഴുവനും കൊണ്ടുവന്നെറിഞ്ഞു. എന്തു വേണമെങ്കിലും തരാം, എന്തു വേണമെങ്കിലും തരാം, ഞങ്ങളുടെ നഫീസ ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റൂല, നഫീസ ബീവിനെ ഇവിടെ ഖബറടക്കാതെ പറ്റൂല. മോമിനീങ്ങളെല്ലാവരും എഴുന്നേക്കുമോ? ഒന്നടുത്തേക്ക് നിന്നാൽ ഒരു 5 മിനിറ്റ് ഇതെന്ന് പറയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് മുതഅല്ലിമീങ്ങൾ വന്ന് അതാ നഫീസത്ത് മാലയുടെ അല്പം ചില വരികൾ ചൊല്ലിയിട്ട് ഒന്ന് തവസ്സുലാക്കി ദുആറക്കാം. ഇത് ഇജാബത്തിന്റെ മജ്ലിസാണ്. ഇത് മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസാണ്. അവിടുന്ന് പ്രിയപ്പെട്ട മക്കളുടെ ചരിത്രം പറയുന്ന മജ്ലിസാണ്. അവിടുത്തെ പേരമക്കൾ സംഘടിപ്പിച്ച മജ്ലിസാണ്. അവിടുത്തെ പേരമക്കൾ സംഘടിച്ച മജ്ലിസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതഅല്ലിമീങ്ങളുള്ള മജ്ലിസാണ്. മൻ സലക ഫീ തരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ തരീഖിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് നടക്കുന്ന മുതഅല്ലിമീങ്ങളുള്ള മജ്ലിസാണ്. ഇത് ഇജാബത്തിന്റെ മജ്ലിസാണ്. ചരിത്രം ഞാൻ നീട്ടുന്നില്ല. മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹയുടെ ജനാസ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വാശി പിടിക്കുമ്പോൾ അതാ ഹസനുൽ അൻവർ തങ്ങൾ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകും,
പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിലും മദീനയോട് വളരെ ഇഷ്ടപ്പെട്ട പേരമോളാണ്. അവസാനം ഭരണാധികാരി വന്ന് പറഞ്ഞു, കൊണ്ടുപോകല്ല, ജനങ്ങളെല്ലാം വലിയ പ്രയാസത്തിലാണ്, ജനങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ്, നിങ്ങൾ നഫീസ ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റൂല. അവസാനമറിയുമോ, അന്നു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ, അല്പമൊന്ന് മയങ്ങുമ്പോൾ എല്ലാം തീരുമാനിച്ചു കൊടുത്ത നേതാവ്, മദീനയിൽ വന്നപ്പോൾ കല്യാണം ഉറപ്പിച്ചു കൊടുത്ത നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടല്ലേ ഇസ്ഹാഖുൽ മുഖ്തമിൻ എന്ന ഭർത്താവിന് നഫീസ ഉമ്മാനെ കിട്ടിയത്? ആ മഹാനായ ഇസ്ഹാഖുൽ മുഖ്തമിൻ എന്നവർ കിടന്നുറങ്ങുമ്പോ, ഒന്ന് മയങ്ങുമ്പോ അതാ വരുന്നു സാഹിബുത് തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ വസ്സംസമി വസ്സൽസബീൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയാണ്, മോനെ നഫീസ മോളെ കൊണ്ടോണ്ട. ഈ മോമിനീങ്ങളെല്ലാം പറയും പോലെ ഇവിടെ തന്നെ ഖബറടക്കിക്കോ. ജനങ്ങൾ കൊണ്ടുവന്ന എല്ലാ ഉപഹാരങ്ങളും തിരിച്ചു കൊടുത്തോ. ജീവിതകാലത്ത് സമ്മാനമായി നൽകിയ ആയിരക്കണക്കിന് ദീനാറുകൾ വിതരണം ചെയ്ത മഹദിയാണ്. ഞാൻ ആ സംഭവത്തിലേക്ക് പോയിട്ടില്ല. എല്ലാമായ മഹദി കൊണ്ടുവന്ന സമ്മാനമെല്ലാം ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്തിട്ട്, അതാ എന്റെ മോള് നഫീസെ മദീനയിലുള്ള സമയത്തു തന്നെ നബിതങ്ങൾ അറിയിപ്പ് നൽകിയത് ചരിത്രകാരന്മാരെഴുതിയിട്ടുണ്ട്. ഈജിപ്തിലേക്ക് പോകണം മോളെ, അവിടെ വസിക്കണം മോളെ, അവിടെ ഖബറാണ് മോളെ എന്ന് പറഞ്ഞിട്ടുള്ള ചില നിവേദനങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇസ്ഹാഖുൽ മുഖ്തമിൻ എന്ന ഭർത്താവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈജിപ്തിൽ തന്നെ ഖബറടക്കാൻ. 6000-ഓളം ഖത്മുകൾ ഓതി ഒരുക്കി വെച്ച മണവറയാകുന്ന ഖബറിലേക്ക്, ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിച്ച് മുസല്ലയാക്കിയ ഖബറിലേക്ക് മഹദി അവരുടെ ശരീരം അങ്ങ് ഇറക്കി വെക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ണീരോടെ നിസ്കരിച്ച് മഹദിയോട് യാത്ര പറയുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ നഫീസ ബീവി ഉമ്മ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ സാധുക്കളായ ഞങ്ങൾ മഹദിയുടെ ബർക്കത്തിനു വേണ്ടി ഈ മജ്ലിസ് ഒരുക്കിയ കാരണത്താൽ ഞങ്ങളെയും അവിടുത്തെ അണിയിൽ ഒന്ന് ചേർത്തു തരണേ റഹ്മാനേ. ഈ മജ്ലിസ് ഞങ്ങൾക്ക് മഹദിയോട് ആത്മീയമായി അടുപ്പം ലഭിക്കാനും സ്വർഗത്തിലൊന്ന് കണ്ട് പരിചയപ്പെടാനും നിമിത്തം തരണേ റഹ്മാനേ. ഈ സംഭവം പറഞ്ഞ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മമാർക്ക് മഗ്ഫിറത്ത് നൽകി, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി, മരണപ്പെട്ടവരുടെ ഖബറുകൾ സ്വർഗമാക്കണേ റഹ്മാനേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും എന്റെ ഉമ്മാനോട് സമ്മതം വാങ്ങി ദ്വാരപ്പിച്ചിട്ടാണ് വരുന്നത്. അല്ലാഹുവേ, ഞങ്ങള് മക്കളെല്ലാം വഴതിന് പോകുമ്പോ ഇവിടുത്തെ സാദാത്തുക്കൾ അവിടുത്തെ ഉമ്മയോട് സമ്മതം ചോദിക്കും പോലെ ഞങ്ങൾ ഉമ്മാനോട് സമ്മതം വാങ്ങിയിട്ടാണ് ദ്വാരപ്പിച്ചിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനേ. അതുപോലെ ഞങ്ങളുടെ പെങ്ങന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പെൺമക്കൾ എല്ലാവരെയും നഫീസ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹാത്തുകളിൽ പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ.